മന്ത്രങ്ങളൊക്കെ മനനാത്രായതേ ഇതി മന്ത്ര, അർത്ഥമറിഞ്ഞും അതിന്റെ ഗുണമറിഞ്ഞും മാത്രം ഗുരു ഉപദേശപ്രകാരം ജപിക്കുക. അല്ല എങ്കിൽ ഗുണത്തിലേറെ ദോഷം ചെയ്യും. അല്ലേ? അങ്ങോട്ട് പൊക്കോളൂ എന്ന് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു പൊക്കോളാൻ പറഞ്ഞ് നിങ്ങൾ പോകും. പകരം അങ്ങോട്ട് പൊക്കോളൂ, അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് ഈ മന്ത്രവും ഈ സൈനും തമ്മിൽ വ്യത്യാസമില്ലേ? ആയില്ലേ? അപ്പൊ മന്ത്രം പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അതിന് ശക്തിയുണ്ട്. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തൊരു ആള് വന്നു. ഗുരുജി, ഈ മന്ത്രത്തിന് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചു. വളരെ സൗമ്യനാണ് സ്വാമി, ഒരാളെ പോലും വഴക്കിട്ടിട്ടില്ല. അപ്പൊ അല്ല, അങ്ങനെ ശക്തി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങേ വിശ്വസിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഇരുന്നു. എണീക്കടാന്ന് പറഞ്ഞു. പെട്ടെന്ന് ചാടി എണീറ്റു. കടക്ക് പുറത്തെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ വ്യക്തി നടന്നു പോയപ്പോ വിളിച്ചു, കുഞ്ഞേ വരൂ എന്ന് വിളിച്ചു. അപ്പൊ മന്ത്രത്തിന്റെ ശക്തി മനസ്സിലായോ എന്ന് ചോദിച്ചു. പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറഞ്ഞാൽ ഏത് മന്ത്രത്തിന് ശക്തി ഉണ്ടാവും? ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇരുന്നു. എണീക്കടാ കടക്ക് പുറത്തെന്ന് പറഞ്ഞപ്പോ അറിയാതെ എണീറ്റ് പുറത്തുപോയി. തിരിച്ചു വിളിച്ചു, കുഞ്ഞേ വരൂ. ഇതാണ് മന്ത്രത്തിന്റെ ശക്തി. ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഏത് മന്ത്രത്തിനും ശക്തിയുണ്ട്. പക്ഷെ അനാവശ്യമായ മന്ത്രങ്ങളൊന്നും എടുത്ത് ഉപയോഗിക്കേണ്ട. അതൊക്കെ ക്ഷേത്രത്തിൽ അവർ ചൊല്ലിക്കോളും.